ക്രൂശിതനായ മിശിഹായുടെ വാത്സല്യഭാജനങ്ങളായ പ്രിയ സഹോദരി സഹോദരന്മാരെ, ആണ്ടുവട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, അതിലുപരി വിശുദ്ധീകരണത്തിൻ്റെ ദിനങ്ങൾ, അനുരഞ്ജനത്തിൻ്റെ ദിനങ്ങൾ, മാനസാന്തരത്തിൻ്റെ ദിനങ്ങൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന 50 നോയമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ ഒരുങ്ങുകയാണ്. ക്രിസ്മസിനെ തുടർന്ന് ഏതാണ്ട് 50-ലധികം ദിവസങ്ങൾ നമ്മൾ ആഘോഷത്തിലായിരുന്നു. വിഭവസമൃദ്ധമായ ഭക്ഷണവും മനസ്സിനും ശരീരത്തിനും ഇന്ദ്രിയങ്ങൾക്കും സുഖം നൽകുന്ന വിവിധങ്ങളായ ആഘോഷ പരിപാടികളിൽ നമ്മൾ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു ഈ ദിനങ്ങളിൽ അത്രയും. ക്രിസ്മസ് ആഘോഷങ്ങൾ, തുടർന്നുള്ള ഇടവകകളിലെ വിവിധ പെരുന്നാളുകൾ, വിവാഹാഘോഷങ്ങൾ, മാമോദീസ, വിശുദ്ധ കുർബാന സ്വീകരണ ആഘോഷങ്ങൾ, വിനോദയാത്രകൾ, ആനിവേഴ്സറികൾ തുടങ്ങി വിവിധങ്ങളായ ആഘോഷ പരിപാടികളിലൂടെ നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഇന്ദ്രിയങ്ങൾക്കും ഒത്തിരി സന്തോഷം നൽകുന്ന ദിവസങ്ങളായിരുന്നു. ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ പ്രാർത്ഥന, ഉപവാസം, ദാനധർമ്മം, ഈ ത്രിവിധ പഴയകാല പരിത്യാഗ ജീവിത ശൈലിയിലേക്ക് നമ്മൾ തിരിച്ചു പോകാൻ ഒരുങ്ങുകയാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ തൻ്റെ പരസ്യജീവിതത്തിന് മുന്നോടിയായി 40 ദിനരാത്രങ്ങൾ മരുഭൂമിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ശക്തി സംഭരിച്ച് തൻ്റെ പരസ്യജീവിതം ആരംഭിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഈ നമ്മുടെ കർത്താവിൻ്റെ ഈ ഉപവാസ പ്രാർത്ഥന ഏകാന്ത ജീവിതമാണ് നമ്മുടെ 50 നോയമ്പിൻ്റെയും അടിസ്ഥാനം. മിശിഹായുടെ പരസ്യജീവിതത്തിൻ്റെ സമാപനത്തിൽ അവിടുന്ന് കടന്നുപോയ പെസഹ രഹസ്യങ്ങളുടെ ഓർമ്മകളാണ് നമ്മൾ ഈ 50 ദിവസങ്ങളിൽ അനുസ്മരിക്കുക. അതിലൂടെ നേടിത്തന്ന കാതലായ രക്ഷ, നിത്യജീവൻ നമുക്ക് സ്വന്തമാക്കി തന്നത്, പാപത്തിൻ്റെ പിടിയിൽ നിന്നും അടിമത്തത്തിൽ നിന്നും പിശാചിനെ പരാജയപ്പെടുത്തി അവിടുന്ന് വിജയിച്ചതുപോലെ മിശിഹായുടെ ഈ പെസഹ രഹസ്യങ്ങളിലൂടെ, വിശ്വാസപൂർവമായ തീർത്ഥാടനത്തിലൂടെ നമ്മുടെ ഐഹിക ജീവിതത്തിലെ വീഴ്ചകൾക്കും പരാജയങ്ങൾക്കും തെറ്റുകൾക്കും അത് തിരിച്ചറിഞ്ഞ് അവയെക്കുറിച്ച് മനസ്തപിച്ച് ഉചിതമായ പരിഹാരം ചെയ്തുകൊണ്ട് ഈശോയിലേക്കും സഹോദരങ്ങളിലേക്കും കൂടുതൽ അടുക്കുക, അവരുമായി ഒന്നിച്ചു ചേരുക എന്നുള്ള, അതിലൂടെ ഒരു നവീകരണം നമ്മുടെ ജീവിതത്തിൽ വരുത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. നോയമ്പ് കാലത്ത് അതുകൊണ്ട് തന്നെ നമ്മൾ പല ഭക്ഷണ സാധനങ്ങളും പല സന്തോഷങ്ങളും നമ്മൾ വേണ്ടെന്ന് വയ്ക്കുന്നു. ഈ അടുത്ത് പ്രമേഹ രോഗിയായ ഒരാൾ ഒരു വൈദ്യനോട് പ്രമേഹത്തിൻ്റെ ആധിക്യം ഒന്ന് കുറയ്ക്കാൻ പറ്റിയ എന്തെങ്കിലും മരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ പാരമ്പര്യ ചികിത്സകനായ വൈദ്യൻ പറഞ്ഞ മറുപടി, നാവിനും വായ്ക്കും രുചികരമായത് ഒന്നും കഴിക്കാതിരിക്കുക എന്നുള്ളതായിരുന്നു. രസകരമെന്ന് തോന്നിയേക്കാമെങ്കിലും അതിൽ വലിയ സത്യമുണ്ട്. നമ്മുടെ നാവിനും വായ്ക്കുമൊക്കെ രുചി നൽകുന്ന കൊഴുപ്പ് കൂടിയ, മധുരം കൂടിയ, അല്ലെങ്കിൽ പൂരക കൊഴുപ്പുകൾ അടങ്ങിയ ഭക്ഷ്യപദാർത്ഥങ്ങൾ നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ്. നോയമ്പ് കാലത്ത് നമ്മൾ ചില ഭക്ഷ്യപദാർത്ഥങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ ഈ പറഞ്ഞ കൊഴുപ്പ് കൂടിയ, മധുരം കൂടിയ, രുചികരമായ പലതും നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങളിൽ വേണ്ടെന്ന് വയ്ക്കുന്നു. എന്തിനു വേണ്ടിയാണ്? അതിൽ ഒരു പരിശ്രമമുണ്ട്. രുചികരമല്ലാത്തതിനെ സ്വീകരിക്കാൻ
ഇന്ദ്രിയങ്ങൾക്ക് അധികം സുഖം നൽകുന്നതും പാപമ്ലേച്ഛ സന്തോഷങ്ങളിലേക്ക് തിരിയാനുള്ള പ്രോത്സാഹനം നൽകുന്നതുമായ ചില ഭക്ഷണപദാർത്ഥങ്ങളെയും അതിലൂടെ ലഭിക്കുന്ന സന്തോഷത്തിൻ്റെയും സാഹചര്യങ്ങൾ ഇല്ലാതാക്കുക എന്നതിലൂടെ സ്വയം നമ്മിലേക്ക് തന്നെ തിരിയാൻ ഉള്ള ഒരു പരിശ്രമം. അവിടെ പരിശ്രമം ആവശ്യമാണ്. ശ്രമം വേണം നമ്മുടെ ബലഹീനതകളെ, നമ്മുടെ പ്രലോഭനങ്ങളെ നിയന്ത്രിക്കാൻ. മരുഭൂമിയിൽ പ്രാർത്ഥിച്ചിരുന്ന ഈശോയ്ക്ക് വിശന്നപ്പോൾ അവിടുത്തെ ചുണ്ണാമ്പ് കല്ലുകൾ എടുത്ത്, നല്ല വെളുത്ത അപ്പം പോലെ തോന്നിക്കുന്ന ആ കല്ലുകളെടുത്ത് ഈശോ കയ്യിൽ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പിശാച് പ്രലോഭിപ്പിക്കുന്നത് ഈ കല്ലുകളെ അപ്പമാക്കാൻ പറയുക. നിനക്ക് നിഷ്പ്രയാസം അത് സാധിക്കുമല്ലോ, എന്തിനാണ് വിശന്നിരിക്കുന്നത്? നമ്മുടെയും അവസ്ഥ ചിലപ്പോഴൊക്കെ ഇങ്ങനെയാണ്. ഉപവസിച്ചും പ്രാർത്ഥിച്ചും രുചികരമായ ഭക്ഷണപദാർത്ഥങ്ങളൊക്കെ ഉപേക്ഷിച്ച് അല്പമാത്രമായ ആഹാരത്തിലൂടെ നമ്മുടെ ജീവിതത്തെ ദൈവോന്മുഖവും സഹോദരോന്മുഖവുമാക്കാൻ പരിശ്രമിക്കുമ്പോൾ, ഇത്രയും ദിവസം ഞങ്ങൾ നോമ്പ് നോക്കിയില്ലേ, ഇന്നൊരു ദിവസം നോമ്പ് മറക്കാം, അല്ലെങ്കിൽ രുചികരമായത് എന്തെങ്കിലും കഴിക്കാം എന്നൊക്കെയുള്ള തോന്നൽ. ഇതിനോടൊപ്പം ചേർന്ന് പോകുന്നതാണ് സോഫയിലിരുന്ന്, നല്ല മൃദുവായ സോഫയിലിരുന്ന് കൊന്ത ചെല്ലുന്നയാൾ നോയമ്പ് കാലത്ത് ആ സോഫയിൽ നിന്നിറങ്ങി മുട്ടുകൊത്തി നിന്ന് കൊന്ത ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ. കൊന്തയുടെ ഒരു രഹസ്യം കഴിയുമ്പോൾ നമ്മുടെ മുട്ട് വേദനിക്കാൻ തുടങ്ങും. കാരണം ഇതുവരെ സുഖത്തിൻ്റെ ആലസ്യത്തിലിരുന്നു കൊണ്ടുള്ള പ്രാർത്ഥനയായിരുന്നു. ഇപ്പോൾ മുട്ടുകുത്തിയും കൈവിരിച്ച് പിടിച്ചും എല്ലാ ദിവസവും കൃത്യമായി പ്രാർത്ഥിക്കുവാനും എല്ലാ ദിവസവും കൃത്യമായി ദേവാലയത്തിൽ പോയി വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാനും വിശുദ്ധ കുർബാന സ്വീകരിക്കാനുമൊക്കെ പരിശ്രമിക്കുമ്പോൾ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഈശോയുടെ കയ്യിലിരുന്ന ചുണ്ണാമ്പ് കല്ല് അല്ലെങ്കിൽ ആ വെളുത്ത കല്ല് അപ്പമാകാൻ തോന്നിപ്പിച്ചതുപോലെ നമുക്കും ചില തോന്നലുകൾ വരും. ഇന്നൊരു ദിവസം പ്രാർത്ഥന ഒഴിവാക്കാം, ഇന്ന് പള്ളിയിൽ പോകാതെ കുറച്ച് സമയം കിടന്നുറങ്ങാം. ഇത് മനുഷ്യൻ്റെ ആലസ്യത്തെ സൂചിപ്പിക്കുന്നതാണ്. ഇത് തിന്മയുടെ ആത്മാവ് നമ്മളെ അശ്രദ്ധരാക്കുന്നതും അലസരാക്കുന്നതിൻ്റെയുമൊക്കെ ഓരോ ലക്ഷണങ്ങളാണ്. ഇതാ ഇന്ന് ഞാൻ ഈ സന്ദേശം നൽകുമ്പോൾ അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻസ് ഫെഡറേഷൻസിൻ്റെ ആഭിമുഖ്യത്തിൽ പണിമുടക്ക് നടക്കുകയാണ്. കേരളത്തിൽ അത് തത്വത്തിൽ ഒരു ഹർത്താലായി മാറിയിരിക്കും. ജീവിതം സ്തംഭിച്ചിരിക്കുകയാണ്. ഇതിന് നേതൃത്വം കൊടുക്കുന്ന സംഘടനകൾ, രാഷ്ട്രീയ സംഘടനകൾ ഓരോ ചെറിയ ഗ്രാമത്തിൻ്റെ മുക്കിലും മൂലയിലും സിന്താബ വിളിച്ച് അവർ മീറ്റിങ്ങുകൾ കൂടി പ്രസംഗം പറയുന്നുണ്ട്. ഈ പള്ളിയുടെ പരിസരത്തും അവിടെ ഒരു സമ്മേളനം നടക്കുന്നുണ്ട്. ഇതിൽ പങ്കെടുക്കേണ്ടവരും പങ്കെടുത്തിരുന്നവരുമായിരുന്നവർ അവർ മാറി തണലത്ത് വന്ന് ഇരിക്കുകയാണ്. പ്രസംഗകർക്ക് വലിയ ഒരു പ്രോത്സാഹനം കൊടുക്കുന്നതല്ല ഇത്. പ്രസംഗം തുടങ്ങിയതോടുകൂടി അവരെല്ലാവരും പള്ളിയുടെ സൈഡിലുള്ള മറയിലേക്ക് തണൽ പറ്റി വന്നിരിക്കുകയാണ്. ഇന്ന് വിയർപ്പിൻ്റെ അസുഖം ധാരാളമുള്ളൊരു കാലഘട്ടമാണ്. നമ്മുടെയൊക്കെ നാട്ടിൽ കിടക്കുന്ന തരിശായ ഭൂമികൾ ഈ വേനൽക്കാലത്ത് നമ്മുടെ ശരീരത്തെ, നീ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ഭക്ഷണം നേടുവാൻ ആദത്തോട് കൽപ്പിച്ച ആ കൽപ്പനയും ശിക്ഷയും പിന്നീട് മനുഷ്യവർഗത്തിന് അധ്വാനത്തിലൂടെയുള്ള ജീവിതം, ഉപജീവനം കഴിക്കുന്നതിലൂടെ രക്ഷയ്ക്ക് കാരണമാകുന്നത് പോലെ നമ്മൾ ഓരോരുത്തരും ശരീരത്തെ വ്യയപ്പെടുത്തുവാൻ, ഉപയോഗപ്പെടുത്തുവാൻ പരിശ്രമിക്കുമ്പോൾ നമ്മുടെ നാട് ഫലഭൂയിഷ്ഠമായ നാടായി മാറുന്നു. തരിശുഭൂമികളും കാട് പിടിച്ച് കിടക്കുന്ന പ്രദേശങ്ങളും ഒക്കെ ഫലഭൂയിഷ്ഠമായ പ്രദേശമായി മാറുന്നുണ്ട്. അതിൻ്റെ ഫലമെന്താണ്? ഒത്തിരിയേറെ നമ്മുടെ നാടുകൊണ്ട് തന്നെ നമുക്ക് ഉചിതമായ പച്ചക്കറികളും മറ്റുമൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് എന്താണ്? നമ്മുടെയൊക്കെ വിയർക്കാൻ ആഗ്രഹിക്കാത്ത, വ്യയം ചെയ്യാൻ ആഗ്രഹിക്കാത്ത നമ്മുടെ ശരീരങ്ങളുടെ ഒരു പുതുയുഗത്തിൻ്റെ ആ ഒരു ജീവിതശൈലി. ഞാൻ മുമ്പേ പറഞ്ഞ വിയർക്കാൻ ഇഷ്ടപ്പെടാത്ത അണികളുടെ അഭാവത്തിൽ പ്രസംഗം പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേതാവിനും ഇതേ തന്നെ അവസ്ഥയാണുള്ളത് എന്നത് നമ്മൾ ഓർക്കണം. നമ്മുടെ ആത്മാവിൻ്റെ കാര്യത്തിലും സോഫയിലിരുന്ന് പ്രാർത്ഥിക്കാൻ തോന്നുന്നവർ മുട്ടുകൊത്തി നിന്ന് പ്രാർത്ഥിക്കണമെന്നും കൈവിരിച്ച് നിന്ന് പ്രാർത്ഥിക്കണമെന്നും
എല്ലാ ദിവസവും ഇത് തുടരണമെന്നും പറയുന്നതിലൂടെ നമ്മുടെ ആത്മാവിന് കൈവരുന്ന ചില നവീകരണങ്ങൾ, അതിന് ഉപയുക്തമാകുന്ന സഹായകമാകുന്ന ചിന്തകൾ, സഹോദരനുമായി രമ്യതപ്പെടുവാനുള്ള ദിവ്യബലി മധ്യേ കേൾക്കുന്ന വചനത്തിൻ്റെ പൊരുൾ പിടികിട്ടുക, ഇവയൊക്കെ നമ്മളെ കൂടുതൽ ഈശോയിലേക്കും സഹോദരങ്ങളിലേക്കും നമ്മളെ അടുപ്പിക്കുന്നതാണ്. നഷ്ടപ്പെട്ടുപോയ ആത്മാവിൻ്റെ ആ വസന്തകാലം അത് വീണ്ടെടുക്കുന്നത് കർത്താവിൻ്റെ കൃപകൾ നമ്മളിൽ നിറയുന്നതിലൂടെയാണ്, വരപ്രസാദത്തിലൂടെയാണ്. ആകയാൽ കർത്താവിൻ്റെ ആഹ്വാനം ഉൾക്കൊണ്ടുകൊണ്ട് പാപബോധവും പശ്ചാത്താപവും ഏറ്റുപറച്ചിലും കൂടെ മിശിഹായുടെ പീഡാസഹനങ്ങളിൽ പങ്കുകാരായിക്കൊണ്ട് അവിടുത്തോടൊപ്പം ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു പുതിയ സൃഷ്ടിയായി മാറാൻ ഈ നോയമ്പുകാലം നിങ്ങൾക്കെല്ലാവർക്കും സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. പരിശുദ്ധ അമ്മയെപ്പോലെ മിശിഹായുടെ സഹനങ്ങളിൽ പങ്കുപറ്റാൻ, അവിടുത്തോടൊപ്പം പീഡാസഹന യാത്രയിൽ പങ്കുപറ്റാൻ കുരിശിൻ്റെ വഴി പ്രാർത്ഥനകളും അപരന് വേണ്ടി ചെയ്യുന്ന ചില ത്യാഗം നിറഞ്ഞ നന്മ പ്രവൃത്തികളുമൊക്കെ നമുക്ക് ഈ ഒരു നവീകരണത്തിലേക്ക് നമ്മുടെ വളർച്ച സഹായകമാകട്ടെ, സുഗമമാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. നന്മ നിറഞ്ഞ അനുഗ്രഹങ്ങൾ നിറഞ്ഞ ഒരു 50 നോയമ്പ് എല്ലാവർക്കുമായിട്ട് ആശംസിക്കുന്നു. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ.